അപ്പേ വൈകിട്ട് എന്താ വേണ്ടേ ചായക്ക്? ചായക്ക് നല്ല കുറിക്കാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു. മഴക്കാര് വെച്ചിട്ടുണ്ട്, അപ്പൊ കുറിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൊളിയായിരുന്നു. പക്ഷെ കുറിക്കാനപ്പൊ ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. അയ്യോ, പക്ഷെ നമ്മുടെ കയ്യില് പാസ്ത ഉണ്ട്. പാസ്ത വെച്ചിട്ട് ഒരു കുർക്കുറ ഉണ്ടാക്കി തരട്ടെ? ഞാനിവിടെ ഒരു പാത്രത്തിലേ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണേ. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കുവാണ് കേട്ടാ. നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം. ഇതാ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കേ നമ്മുടെ പാസ്തയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കാവേ. എന്നിട്ട് നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടേ. ഇത് നമുക്കൊന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പാസ്ത എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിലേക്ക് വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക കേട്ടോ. 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ, ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണേ. ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല പോലെ ഡീപ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ അങ്ങ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, കുറച്ച് കസൂരി മേത്തി, 1/4 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് അന്നത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പാസ്ത കുർക്കുറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? പിന്നെന്താ, പാസ്ത കുർക്കുറ ഇവിടെ റെഡിയാണ്. സൂപ്പർ. ക്രഞ്ചിനെസ് ഉണ്ടാവും, ഒന്നും പറയാനില്ല. അടിപൊളി. നല്ല അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. ഭയങ്കര ഈസിയിൽ ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല ചായയുടെ കൂടെ നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊളിയാണ്, പൊളി. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് നിങ്ങൾ കൂടെ കൊടുക്കണ്ട. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.